പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത്താൽ ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളെ നയിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഓഗസ്റ്റ് 27 വിശുദ്ധ മോനിക്ക പുണ്യവതിയുടെ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, മോനിക്ക പുണ്യവതി 332 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് മരിച്ച ഒരു വിശുദ്ധയുടെ വലിയ തിരുനാൾ നമ്മൾ ഇന്ന് സാഘോഷം ഈ 21-ാം നൂറ്റാണ്ടില് ആഘോഷിക്കുകയാണ്. നാം പ്രത്യേകം ഓർക്കുകയാണ്. അതിന് വലിയ കാരണം എന്തെന്ന് ഞാൻ പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. ഈ വിശുദ്ധയുടെ ഈ തിരുനാൾ ദിനത്തിൽ നമ്മളെല്ലാവരും വലിയ ഒരു പ്രാർത്ഥന ആരംഭിക്കുകയാണ്. മോണിക്ക പ്രയർ. മോണിക്ക പ്രയർ അതിനടിസ്ഥാനം ഇതാണ്: അനേകം മക്കളുടെ വഴിപിഴച്ച, നശിച്ചു പോയ, തകർന്നു പോയ, പിശാചാൽ ബന്ധിക്കപ്പെട്ട, ലോകാരൂപിക്ക് അടിമപ്പെട്ടു പോയ മേഖലകളിൽ ആ മക്കളെ ഓർത്ത് നിലവിളിച്ച് കരയുന്ന അനേകം മാതാപിതാക്കളുടെ കണ്ണുനീരും വേദനയും അവരുടെ നൊമ്പരങ്ങളും ഒക്കെ ചേർത്ത് വച്ചുകൊണ്ട് വിശുദ്ധ മോനിക്കായുടെ മധ്യസ്ഥത്തില് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനയാണ് മോനിക്ക പ്രയർ. അച്ഛനിത് കുറെ നാളായിട്ട് ആരംഭിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇന്നാണ്, ഈ പുണ്യദിനത്തിലാണ് ഈ പ്രാർത്ഥന ആരംഭിക്കുവാൻ ദൈവം അനുവദിച്ചത്, നമുക്ക് ഇടയായത്. നന്ദിയോടെ നമുക്ക് ഈ പുണ്യദിനങ്ങളിൽ വിശുദ്ധ മോനിക്ക പുണ്യവതിയുടെ വലിയ മാധ്യസ്ഥത്തില്, സാന്നിധ്യത്തില്, പ്രത്യേകമായ സഹായത്തില് നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് മോനിക്ക പുണ്യവതിയെ കുറിച്ച് നമ്മൾ ശരിക്കും ധ്യാനിക്കണം. ഞാൻ പറഞ്ഞു, 332 ഒരു ക്രൈസ്തവ കുടുംബത്തില് ജനിച്ച ഒരു കുഞ്ഞാണ് ഈ മോനിക്ക. അതിനുശേഷം ക്രൈസ്തവ വിശ്വാസത്തില്, നല്ല ദൈവബന്ധത്തില്, ആഴപ്പെട്ട ചൈതന്യത്തിൽ ഈ മകൾ വളർന്നു. സുന്ദരിയായ, കഴിവുള്ള, ഭക്തിയായ, ഒരു ദൈവകൃപയുള്ള കുഞ്ഞായിരുന്നു മോണിക്ക. എന്നാൽ അവളുടെ മാതാപിതാക്കള് ഈ മോണിക്കായെ വിവാഹം ചെയ്ത് അയച്ചത് പട്രീഷ്യസ് എന്ന് പറയുന്ന ഒരു വിജാതീയ യുവാവിനാണ്. വിഗ്രഹാരാധനയും അതോടൊപ്പം തന്നെ ലോകാരൂപിക്ക് അടിമപ്പെട്ടു പോയ ഒരു മകനെ സമ്പത്തിന്റെ പേരില് ഈ മാതാപിതാക്കള് ഈ മോനിക്കായ്ക്ക് ജീവിത പങ്കാളിയായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒത്തിരിയേറെ വേദനയുടെയും കഷ്ടപ്പാടിന്റെയും നൊമ്പരത്തിന്റെയും ഒരു ജീവിതമായിരുന്നു മോനിക്കായുടെ ദാമ്പത്യ ജീവിതം. ഭർത്താവ് വലിയ ദേഷ്യക്കാരൻ, ഒത്തിരിയേറെ പാപകരമായ ജീവിതം ജീവിക്കുന്നവൻ, വിശ്വാസമില്ല, ദൈവബന്ധമില്ല, മാമോദിസ സ്വീകരിച്ചിട്ടില്ല. ഈ അവസ്ഥയില് ഈ മകനുമായിട്ടുള്ള വിവാഹ ജീവിതത്തില്, അതോടൊപ്പം തന്നെ അമ്മായിയമ്മ ഭയങ്കരമായ കലഹപ്രിയ. അതോടൊപ്പം തന്നെ അമ്മായിയമ്മയെ കുറിച്ച് പറയുന്നത് മുരട്ട് സ്വഭാവക്കാരി, എന്തിനും ഏതിനും കുറ്റം കാണുന്നവള്, എപ്പോഴും കലഹപ്രിയായ ഒരു സ്ത്രീ. എല്ലാ കുറ്റങ്ങളും, ഇല്ലാത്ത കുറ്റങ്ങളും ഒക്കെ ഭർത്താവിനോട് പറഞ്ഞുകൊടുത്ത് മോണിക്കായെ തല്ലിപ്പിക്കുന്ന, ഒത്തിരി വേദനിപ്പിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ഈ അമ്മായിയമ്മ. അങ്ങനെ ഈ ദാമ്പത്യ ജീവിതത്തില്, കുടുംബജീവിതത്തില്, വിവാഹത്തിന് ശേഷം നീണ്ട വർഷങ്ങൾ നരകയാതന അനുഭവിച്ച ഒരു മകളാണ് ഈ മോണിക്ക. അതെല്ലാം ഉപരിയായിട്ട് നമുക്കറിയാം, 3 മക്കളുണ്ടായി. മൂത്ത മകൻ അഗസ്റ്റിൻ, രണ്ടാമത്തെ മകന്റെ പേരാണ് നവജിയസ്, മൂന്നാമത്തത് മകളായിരുന്നു, അവളുടെ പേരാണ് പെട്രീഷ്യ. ഈ 3 മക്കള്. മോനിക്ക പുണ്യവതിയെ നമ്മളെല്ലാവരും അറിയുന്നത് വിശുദ്ധ അഗസ്തീനോസിന്റെ പേരിലാണ്. നമുക്കറിയാം, വിശുദ്ധ അഗസ്റ്റിൻ കുഞ്ഞുനാളില് നല്ല മകൻ, പ്രാർത്ഥനയുള്ള, അമ്മയെ അനുസരിക്കുന്ന മകൻ, നല്ല കഴിവ്, ബുദ്ധിശാലി, എല്ലാം കൊണ്ടും വലിയ എക്സ്പേർട്ടായിട്ടുള്ള ഒരു മകനായിരുന്നു ഈ മകൻ. എന്നാല് അവന്റെ വളർച്ചയുടെ കാലഘട്ടത്തില് ഇവൻ വഴിതെറ്റി പോകാൻ തുടങ്ങി. പഠനത്തില്
അവൻ പഠിക്കാൻ വേണ്ടി പോണു, നല്ല കഴിവുണ്ട്, പഠിക്കാൻ നല്ല കഴിവുണ്ട്, നല്ല വിജയമുണ്ട്. പക്ഷെ അവന്റെ സ്വഭാവത്തില് മോശമായ കൂട്ടുകെട്ട്. അങ്ങനെ അവന്റെ പഠനത്തിന്റെ കാലഘട്ടത്തിലൊക്കെ അവൻ ഒത്തിരിയേറെ വഴിതെറ്റിപ്പോയി, ലോകാരൂപിക്ക് അടിമപ്പെട്ട്, മോശമായ കൂട്ടുകെട്ടിൽ ചെന്നുപെട്ട്, ജഡികമായ പാപങ്ങൾക്ക് അടിമപ്പെട്ട്, ഒരു യുവതിയുമായുള്ള ബന്ധത്തില്, അവിഹിത ബന്ധത്തില് ഒരു കുഞ്ഞു പോലും ജനിച്ചു. ആ കുഞ്ഞിന് അവനിട്ട പേരാണ് ദൈവത്തിന് ദാനം. അങ്ങനെ ദൈവത്തെ പോലും പരിഹസിച്ച്, മനിക്കേയൻ പാഷണ്ഡതയില് ദൈവവിശ്വാസത്തെ തിരസ്കരിച്ച്, പാപകരമായ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്ത്, ലോകാരൂപിക്ക് അടിമപ്പെട്ട് വിശ്വാസത്തെ തകർത്തെറിയുന്ന മനിക്കേയൻ പാഷണ്ഡതയുടെ ഒരു വക്താവായിട്ട് ഈ അഗസ്തീനോസൊക്കെ മാറി പാപകരമായ ജീവിതത്തിലേക്ക് പോയപ്പോ തകർന്നു പോയ ഒരമ്മ, വേദനിക്കുന്ന അമ്മ, നീണ്ട 16 വർഷം ഭർത്താവിന് വേണ്ടി കണ്ണുനീരോടെ സഹിച്ച്, സ്നേഹിച്ച്, ഒരു കുറ്റം പറയാതെ, ഭർത്താവിനെ പഴിക്കാതെ, ഭർത്താവിനെ വെറുക്കാതെ, ഭർത്താവിനെ സ്നേഹിച്ച് പിടിച്ച ഒരു ഭാര്യ. അതേ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ മോനിക്കായുടെ ജീവചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് ഈ ഭർത്താവ് എന്തു പറഞ്ഞാലും മോനിക്ക അതിനെതിരെ ഒന്നും പറയില്ല, ഭർത്താവിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഈ ഭർത്താവിന് പോലും പലപ്പോഴും കുറ്റബോധം തോന്നാൻ തുടങ്ങി. ഇവരുടെ പ്രാർത്ഥന, ഇവരുടെ സ്നേഹം, ഫലങ്ങളുള്ള, ക്ഷമയുള്ള, സൗമ്യതയുള്ള, ആത്മസംയമനമുള്ള ഒരു നല്ല ഭാര്യ, അത് ഈ മകനെ, ഈ പെട്യൂഷ്യസിനെ ഒത്തിരിയേറെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും പിന്നീട് നമ്മൾ കാണുന്നുണ്ട് 370 ഈ ഭർത്താവ് മാനസാന്തരപ്പെടുകയാണ്. ഈ മോനിക്ക പുണ്യവതിയോട് മാപ്പ് പറയാണ്. അതിനോടകം ഈ അഗസ്തീനോസ് വലിയ പാപത്തില്, തിന്മയില്, മ്ലേച്ഛതയില്, മനിക്കേൻ പാഷണ്ഡതയില് ദൈവത്തെ വിട്ട് അവൻ മാമോദിസ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ തകർന്നു പോയപ്പോ എല്ലാം കൊണ്ടും തകർന്ന്, അടിഞ്ഞ്, കരഞ്ഞ്, നിലവിളിച്ച് ദൈവസന്നിധിയില് ഈ മോനിക്ക പുണ്യവതി പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കലും ഒരു ബിഷപ്പിനോട് തന്റെ വേദനകൾ പങ്കുവച്ചപ്പോ ആ ബിഷപ്പ് മോനിക്ക പുണ്യവതിയോട് പറയാ, ഇത്രമാത്രം കണ്ണുനീരിന്റെ മകൻ നശിച്ചു പോകുക അസാധ്യമാണ്. അത്രമാത്രം കണ്ണുനീരോടെ ഉപവസിച്ച് ത്യാഗം ചെയ്ത് തന്റെ മകനു വേണ്ടി, അതോടൊപ്പം ഭർത്താവിന് വേണ്ടി, അമ്മായിയമ്മയ്ക്ക് വേണ്ടി നിലവിളിച്ച് കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച ഒരു മകളാണ്, ഒരു അമ്മയാണ്, ഒരു ഭാര്യയാണ് ഈ മോനിക്ക പുണ്യവതി. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ത്യാഗത്തിനും ഈ സഹനത്തിനും കണ്ണുനീരിനും ഒരു ഉത്തരവുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഈ ഭർത്താവിന്റെ മാനസാന്തരം. ഞാൻ പറഞ്ഞില്ലേ, അതിനോടകം ഈ അഗസ്തീനോസ് അതുപോലെ പാപത്തിലും ലോകാരൂപിക്ക് അടിമപ്പെട്ട് ഭയങ്കരമായ അവിശ്വാസ, സഭയ്ക്കെതിരെ, വിശ്വാസത്തിനെതിരെ, മനിക്കേൻ പാഷണ്ഡതയില് അതിശക്തമായ ഒരു വക്താവായിട്ട് മാറി. അവന് ബുദ്ധിയുണ്ട്, പ്രസംഗ ചാതുര്യമുണ്ട്, അവന് വിദ്യാഭ്യാസമുണ്ട്, അവന് ഫിലോസഫി അറിയാം, തത്വശാസ്ത്രത്തില് ആരെയും മുട്ടുകുത്തിക്കുന്ന അതിശക്തമായ അറിവും പാണ്ഡിത്യവും വാക്ചാതുര്യവും അവനുണ്ട്. അതൊക്കെ കണ്ടിട്ട് ഈ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. തന്റെ മകൻ ലോകത്തിന്റെ പിടിയിൽപ്പെട്ട്, പിശാചിന്റെ പിടിയിൽപ്പെട്ട്, ദൈവത്തെ തിരസ്കരിച്ച് നിത്യജീവിതത്തെ നശിപ്പിച്ച് ജീവിക്കുന്നത് കാണാൻ ഏതമ്മയ്ക്കാ സാധിക്കുക? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. അങ്ങനെ ഈ ഭർത്താവിന്റെ മാനസാന്തരത്തിന് ശേഷം, അതിനു മുമ്പ് ഈ ഭർത്താവ് എപ്പോഴും മോനിക്കായി കുറ്റം പറയും. ഒരു പരീക്ഷയില് മാർക്ക് കുറയുമ്പോ ഈ അപ്പൻ ഇവനെ ഭയങ്കര വിദ്യാഭ്യാസം കൊടുത്ത് വളർത്താൻ ശ്രമിച്ചു, അമ്മ ഇവനെ ആത്മീയമായി വളർത്താൻ ശ്രമിച്ചു. ഈ രണ്ടും കൂടി ഈ മകന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോ, മാർക്ക് കുറയുമ്പോ ഈ അപ്പൻ, ഈ ഭർത്താവ് മോനിക്ക പുണ്യവതിയെ കുറ്റം പറയും. നിന്റെ വളർത്തു ദോഷമാണ്, നിന്റെ ഗുണമാണ് അവൻ എന്താ ഇങ്ങനെ മോശമായി പോണേ. ചില പരീക്ഷയെ കുറിച്ച് മാർക്ക് എങ്ങാനും കുറഞ്ഞു കിട്ടിയാൽ അമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നാല് ഈ അഗസ്തീനോസ് വഴിപിഴച്ചു പോവുകയും ഈ ഭർത്താവ് മാനസാന്തരപ്പെടുകയും ചെയ്തപ്പോ ഈ ഭർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്: എന്റെ വഴിവിട്ട ജീവിതത്തിന്റെ, എന്റെ പാപത്തിന്റെ അനന്തര ഫലമാണ് ഈ അഗസ്തീനോസിലേക്ക് കടന്നു വന്നിരിക്കുന്ന പാപത്തിന്റെ, ഈ അകൃത്യത്തിന്റെ, ഈ തിന്മയുടെ, ഈ മ്ലേച്ഛതയുടെ കാരണമെന്ന് പറഞ്ഞ് ഈ ഭർത്താവ് മോനിക്ക പുണ്യവതിയെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. അവർ രണ്ടുപേരും കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനിടയ്ക്ക് നമുക്കറിയാം 370 ഈ ഭർത്താവ് മാമോദിസ സ്വീകരിച്ച്, ഈശോയെ സ്വീകരിച്ച് ഭയങ്കരമായി പ്രാർത്ഥനയിലേക്ക് വന്നു. അതെല്ലാം തന്നെ ഈ മോനിക്ക പുണ്യവതിയുടെ ശക്തമായ പ്രാർത്ഥന കൊണ്ടാണ്.
ആ കാലത്തില് അനേകം മക്കള് മാമോദിസ സ്വീകരിക്കാതെ ഒരു വിശ്വാസമില്ലാതെ ജീവിക്കുന്ന അനേകം മക്കളുണ്ട്. അവർക്കൊക്കെ ജീവിത പങ്കാളികളായിട്ട് കിട്ടിയ അനേകം ഭാര്യമാര്, വിശ്വാസമുള്ള ഭാര്യമാര് ഈ മോണിക്ക പുണ്യവതിയുടെ ജീവിത മാതൃക കണ്ട് ഒത്തിരിയേറെ മോണിക്ക പുണ്യ അരികിലേക്ക് വരികയും ആ മോണിക്ക പുണ്യവതി ഇവരൊക്കെ പറയും, ഈ ഇതുപോലെ വിശ്വാസമില്ലാത്ത, മാമോദിസ സ്വീകരിക്കാത്ത, അങ്ങനെ ജീവിക്കുന്ന ഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അനേകം മക്കളെ ഈ മോണിക്ക പുണ്യവതി ഒത്തിരിയേറെ മാതൃക കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഉപദേശം കൊണ്ടും ഒക്കെ ഒത്തിരിയേറെ സ്നേഹത്തിലേക്കും കരുണയിലേക്കും നയിച്ചു. അതിനാൽ തന്നെ ഈ മോണിക്ക പുണ്യവതി അവിടെ അറിയപ്പെടുന്ന ഒരു മകളായിരുന്നു. അനേകം കുടുംബങ്ങൾക്ക്, അനേകം ഭർത്താക്കന്മാർക്ക് ഇതെല്ലാം ഈ പെട്രീഷ്യസ് ഭർത്താവ് കേൾക്കുമ്പോ ഈ മോണിക്ക പുണ്യവതിയുടെ നന്മ, അവളുടെ ആ സ്നേഹം, അവളുടെ നല്ല മാതൃക അനേകരെ സ്വാധീനിച്ചതൊക്കെ ഈ മനുഷ്യൻ കണ്ട് കേട്ട് മനസ്സിലാക്കി അവസാനം ഈ മനുഷ്യൻ മാനസാന്തരപ്പെടുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ അവസ്ഥയിൽ അഗസ്തീനോസിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന അമ്മ. ഭർത്താവ് മരിച്ചു, മകൻ വഴിവിട്ട ജീവിതം. അതിനുശേഷം ഈ അഗസ്തീനോസ് റോമിലേക്ക് പഠിക്കാൻ വേണ്ടി പോവാ. അമ്മ അറിയാതെ പോണേ. എന്നാൽ ഈ മോനിക്ക ഒരു വേട്ടപ്പട്ടിയെ പോലെ കണ്ണുനീരോടെ ഈ മകന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഈ മകന്റെ പിന്നാലെ റോമിലേക്ക് ചെന്നു. അങ്ങനെ റോമിൽ നിന്ന് ഈ അമ്മയെ പറ്റിച്ച് അമ്മയെ ഒഴിവാക്കിയിട്ടതുപോലെ അവൻ മിലാനിലേക്ക് പോവാ. എന്നാൽ ഇവന്റെ പിന്നാലെ ഈ അമ്മ ചെല്ലുകയാണ്. ഈ മിലാനിൽ വെച്ചാണ് വിശുദ്ധനായ ബിഷപ്പ് അംബ്രോസുമായിട്ട് പരിചയപ്പെടുകയും അദ്ദേഹത്തിന്റെ പാണ്ഡിത്യമുള്ള വചനത്തോടും വിശ്വാസത്തോടുമുള്ള ആഴപ്പെട്ട ബന്ധത്തിലുള്ള വാക്ചാതുര്യമുള്ള പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ എഴുത്തുകളും അദ്ദേഹവുമായുള്ള സംസാരവും ഒക്കെ ഈ അഗസ്തീനോസിനെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ കാരണമായി. മോണിക്ക പുണ്യവതിയും അതോടെ അഗസ്തീനോസും ഈ വിശുദ്ധ അംബ്രോസുമായിട്ട് ആഴമായ ബന്ധത്തിലേക്ക് വന്നു. അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് ഒത്തിരി ബോധ്യങ്ങൾ ഈ അഗസ്തീനോസിന് ലഭിക്കുന്നു. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ഈ അഗസ്തീനോസിന്റെ കൂട്ടുകാരന്റെ മരണം, മനിക്കേൻ ഭാഷണത്തേക്ക് നേതൃത്വം കൊടുത്ത അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഒരു മരണാസനമായപ്പോ അവൻ മാനസാന്തരപ്പെട്ട് മാമോദിസ സ്വീകരിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. അങ്ങനെ കുറെ സംഭവങ്ങള്, കുറെ അനുഭവങ്ങള്, അതിലേറെ ഈ അമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയും, മോനെ നിന്റെ ആത്മരക്ഷ, അങ്ങനെയൊക്കെയുള്ള ആ നിലവിളിയും കണ്ണുനീരും പ്രാർത്ഥനയും ഉപവാസവും ത്യാഗവും ഒക്കെ ഈ അഗസ്തീനോസിനെ വലിയ മാനസാന്തരത്തേക്ക് നയിക്കുവാൻ ഇടയായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസമാണ് അഗസ്തീനോസിനെ മാനസാന്തരപ്പെടുത്തിയ വചനം നമുക്കറിയാലോ. വിശുദ്ധ പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ അദ്ദേഹത്തിന് നൽകപ്പെട്ടു. തുറന്നു വായിക്കാനുള്ള ഒരു ആഹ്വാനം ഒരു കുഞ്ഞിലൂടെ, ഒരു മാലാഖ കുഞ്ഞിലൂടെ ഒരു ദർശനത്തില് ഈ അഗസ്തീനോസിനോട് ലഭിക്കുകയും അവൻ തുറന്നു വായിച്ചു. റോമ 13:13 പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ നിങ്ങൾ വ്യാപരിക്കരുത് എന്ന ആ വചനത്തിന്റെ ശക്തിയും പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കണമെന്നുള്ള പൗലോസ്ലീഹായുടെ ശക്തമായ ആഹ്വാനവും ഈ അഗസ്തീനോസിനെ വലിയ മാനസാന്തരത്തിൽ നയിക്കുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ട മക്കളെ, കണ്ണുനീരിന്റെ ഒരമ്മയുടെ കണ്ണുനീരിന്റെ പുത്രൻ അവന്റെ 33-ാമത്തെ വയസ്സില് ഉയർപ്പ് തിരുനാൾ ദിനത്തില് വിശുദ്ധ അംബ്രോസിൽ നിന്ന് മാമോദിസ സ്വീകരിച്ചു. ഒപ്പം അവന്റെ മകനും കുഞ്ഞും കൂട്ടുകാരും എല്ലാവരും ഒരുമിച്ച് മാമോദിസ സ്വീകരിച്ച് കർത്താവിലുള്ള വിശ്വാസത്തില് ആത്മരക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിന്റെ വലിയ ചൈതന്യത്തില് ഈ അമ്മയുടെ പ്രാർത്ഥനയുടെ ഒറ്റ ഫലമായിട്ട് അവൻ മാനസാന്തരപ്പെടുകയാണ്. പിന്നീട് അങ്ങോട്ട് ഈ അമ്മയുടെ പ്രാർത്ഥനയുടെ ആ കൃപയുടെ സമൃദ്ധി നിറയപ്പെട്ടപ്പോ 33-ാമത്തെ വയസ്സിൽ മാമോദിസ സ്വീകരിച്ച അഗസ്തീൻ 36-ാമത്തെ വയസ്സിൽ ഇതാ വൈദികനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു. അത്രമാത്രം മാനസാന്തരത്തിന്റെ ഫലങ്ങള് ആ ദേശത്ത് മുഴുവൻ അദ്ദേഹം ഒരു കാലത്ത് ദൈവത്തിനെതിരെ, വചനത്തിനെതിരെ ഈ ഭാഷണത്തിൽപ്പെട്ട് പഠിപ്പിച്ചുവെങ്കിൽ ആ അഗസ്തീനെ കൊണ്ട് തന്നെ ഈ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവകൃപ ചൊരിയപ്പെട്ടപ്പോ അവനെ കൊണ്ട് തന്നെ ദൈവം വലിയ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് ആ ദേശത്തെ ജനത്തെ നയിച്ചു. ആ ജനം തന്നെ പറയുകയാണ് അഗസ്തീനെ പുരോഹിതനാക്കണം. അങ്ങനെ അവൻ പുരോഹിതനായി 36-ാമത്തെ വയസ്സില് 43-ാമത്തെ വയസ്സില് അവൻ ബിഷപ്പായിട്ട് മാറുകയാണ്.
പ്രിയപ്പെട്ട മക്കളെ, അത്രമാത്രം ദൈവം ഉയർത്തി. പിന്നീട് അങ്ങോട്ട് അഗസ്ത്യൻ ജീവിതത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ വേദപാരംഗതന്മാരുടെ വേദപാരംഗതൻ, ദൈവശാസ്ത്രജ്ഞന്മാരുടെ ദൈവശാസ്ത്രജ്ഞൻ, 103ഓളം പുസ്തകങ്ങൾ എഴുതി. പരിശുദ്ധ ത്രിത്വത്തിന്റെ ദിവ്യമായ രഹസ്യങ്ങള്, സ്വർഗത്തിന്റെ ദിവ്യ രഹസ്യങ്ങള്, വചനത്തിന്റെ ആഴങ്ങള്, വിശ്വാസത്തിന്റെ ആഴങ്ങള്, ഇതെല്ലാം ദൈവം വെളിപ്പെടുത്തി കൊടുത്ത് വലിയ അഭിഷേകത്തിൽ ദൈവകൃപയിൽ ഈ മകനെ നിറയ്ക്കാൻ ഇടയായെങ്കിൽ അതിന്റെ പിന്നിൽ ഒരമ്മയുടെ കണ്ണുനീരിന്റെയും ശക്തമായ പ്രാർത്ഥനയുടെയും ത്യാഗത്തിന്റെയും ക്ഷമയുടെയും സഹനത്തിന്റെയും ആ രക്തം ചിന്തിയുള്ള എന്ന പോലെ കണ്ണീരിന്റെ പ്രാർത്ഥനയുടെയും ഉത്തരമാണ് പ്രിയപ്പെട്ട മക്കളെ. അങ്ങനെ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണുന്നുണ്ട് 55 വയസ്സ് മാത്രമാണ് മോണിക്ക പുണ്യവതി ജീവിച്ചത്. അതിനിടയിൽ അമ്മായിയമ്മയും മാനസാന്തരപ്പെട്ടു, മാമോദിസ സ്വീകരിച്ചു. തന്നെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വം, ഒത്തിരി പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ പല പല കാര്യങ്ങളുണ്ട്. വിജാതീയനായ ഭർത്താവ്, അതുപോലെ പ്രശ്നക്കാരൻ, അമ്മായിയമ്മ, മകൻ, ഇവരൊക്കെ ഏൽപ്പിച്ചത് ഈ അമ്മ മോനിക്ക പുണ്യവതി അതുപോലെ സ്വീകരിച്ച്. പ്രശ്നങ്ങളുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി കാര്യങ്ങളുണ്ട്, വഴിപിഴച്ച ജീവിതങ്ങളുണ്ട്, ഒത്തിരിയേറെ അടിമത്തങ്ങളുണ്ട്, ബന്ധനങ്ങളുണ്ട്, സഹനങ്ങളൊക്കെ അതിലൂടെ കടന്നു വന്നിട്ടുണ്ട്. ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഈ മോനിക്ക പുണ്യവതി കർത്താവിന് സമർപ്പിച്ചു, നിരന്തരമായി പ്രാർത്ഥിച്ചു. ഈ കണ്ണുനീരിന്റെ ഫലം പുറപ്പെടാതിരിക്കത്തില്ല. ആ കണ്ണുനീരിന്റെ മകൻ നശിച്ചു പോകുക അസാധ്യമെന്നാണ് ആ ബിഷപ്പ് പറഞ്ഞ്. അത് തന്നെ സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 55-ാമത്തെ വയസ്സിൽ ഈ മകന്റെ കയ്യിൽ കിടന്നുകൊണ്ട് മരിക്കുമ്പോ അമ്മയ്ക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, മകനെ, നീ ബലിപീഠത്തിൽ നിൽക്കുമ്പോൾ ഈ അമ്മയെ നീ മറക്കരുത്. നീ എന്നെ എവിടെയും സംസ്കരിച്ചോ, കുഴപ്പമില്ല. മോനിക്ക പുണ്യവതിക്ക് അപ്പന്റെ കൂടെ, ഭർത്താവിന്റെ കൂടെ കാർത്തേജിൽ അടക്കപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ മിലാനിൽ വെച്ച് മരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അമ്മ പറയാ, ഒരു കുഴപ്പമില്ല, ഞാൻ ഈ മിലാനിൽ ആയിരുന്ന് മരിക്കുമ്പോ എന്റെ ദൈവത്തോട് അതുപോലെ അടുക്കാൻ എന്നെ ദൈവം സഹായിച്ചു, അനുഗ്രഹങ്ങൾ കാണാൻ എനിക്കിടയാക്കി. അതുകൊണ്ട് എന്റെ ദൈവകരങ്ങളിൽ ഞാൻ ശാന്തമായി വിശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞാണ് ഈ മോനിക്ക പുണ്യവതി മരിക്കുക. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു മഹാവിശുദ്ധയുടെ ജീവചരിത്രം ഏറ്റവും ചുരുക്കത്തില് അച്ഛൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയായിരുന്നു. ഇവിടെ മറ്റൊന്നുമില്ല, മോനിക്ക പുണ്യവതി അഗസ്ത്യന് വേണ്ടി 17 വർഷം കണ്ണുനീരോടെ അമ്മ പ്രാർത്ഥിച്ചപ്പോ, ദൈവസ്ഥാനത്തിൽ നിലവിളിച്ചപ്പോ 2 വിശുദ്ധർ അവിടെ ഉണ്ടായി. വിശുദ്ധ അഗസ്ത്യൻ മാത്രമല്ല വിശുദ്ധനായത്, പിന്നെയോ ഒപ്പം അമ്മയും ഇതുപോലെ ഏറ്റെടുത്ത് സഹിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച അമ്മയും അഗസ്ത്യനോടൊപ്പം, അല്ലെങ്കിൽ ഈ അമ്മയോടൊപ്പം അഗസ്ത്യനും വിശുദ്ധനായി, അമ്മയും വിശുദ്ധയായി. എന്റെ പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിന്റെ വലിയ ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കാക്കി അവിടുന്ന് മാറ്റുന്നു. മോനിക്ക പുണ്യവതിക്ക് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ വന്നു. ഞാൻ പറഞ്ഞില്ലേ, വിവാഹത്തിന്റെ മേഖല, ഈ അപ്പനിൽ നിന്നുണ്ടായ മകൻ അപ്പൻ അതേ സ്വഭാവത്തിലേക്ക് പോയി, അപ്പനേക്കാൾ മോശമായിട്ട് മാറി. ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഓരോ കുടുംബത്തിലും കടന്നു വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അനേക മാതാപിതാക്കള് മക്കളെ ഓർത്ത് കരയുന്നുണ്ട്, മക്കളെ ഓർത്ത് നിലവിളിക്കുന്നുണ്ട്. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ അതിനുവേണ്ടി ഈ മോനിക്ക പുണ്യവതിയുടെ പ്രത്യേക മധ്യസ്ഥത്തില് പ്രാർത്ഥിക്കാൻ പോവുകയാണ് മക്കളെ. ഇന്നു മുതൽ ഏതാനും ദിവസങ്ങൾ മോനിക്ക പുണ്യവതിയുടെ പ്രത്യേക മധ്യസ്ഥത്തില് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരിയേറെ മക്കള്, അച്ഛന് കുറെ വർഷങ്ങള് ഈ ഗുണ്ടാ സംഘത്തിന്റെയും വഴിതെറ്റിപ്പോയ മക്കളുടെയും ഒക്കെ ഇടയിൽ പ്രവർത്തിച്ച വലിയ അനുഭവത്തില്, അതോടൊപ്പം തന്നെ അനേക മാതാപിതാക്കളുടെ നിലവിളിയോടെയുള്ള വിളികൾ, പ്രാർത്ഥനാ സഹായങ്ങൾ, മക്കൾക്ക് വേണ്ടിയുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഓരോന്നായിട്ട് സമർപ്പിച്ച് മക്കൾ അനുഭവിക്കുന്ന വേദനകൾ. നമുക്കറിയോ, അഗസ്തീനോസ് ജീവിച്ചൊരു കാലഘട്ടമല്ല ഈ കാലഘട്ടം.
നമ്മുടെ മക്കള് ഒത്തിരി പ്രലോഭനങ്ങൾക്ക്, ഒത്തിരി പൈശാചികതകൾക്ക്, ഒത്തിരി വശീകരണ യന്ത്രങ്ങൾക്ക്, ഒത്തിരിയേറെ ആഭിചാര്യ ഭക്ഷണങ്ങൾക്ക്, ഒത്തിരിയേറെ പൈശാചിക ആരാധനകൾക്ക്, ലഹരിയുടെ കരാളഹസ്തത്തില് അടിമപ്പെട്ടു പോകുന്ന സാഹചര്യത്തില് അനേക പാപകരമായ സിനിമകളും മ്ലേച്ഛമായ മാതൃകകളും ഒത്തിരി നിയമങ്ങളും കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് നമ്മുടെ മക്കൾ ജീവിക്കുമ്പോ നമ്മുടെ മക്കൾക്ക് വേണ്ടി മോനിക്ക പുണ്യവതി പ്രാർത്ഥിച്ച പോലെയൊന്നും പ്രാർത്ഥിച്ച പോര മക്കളെ, അത്ര അതിനേക്കാൾ ഏറെ ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 333 മുതലുള്ള കാലഘട്ടം എന്ന് പറഞ്ഞ പഴയ കാലഘട്ടമാണ്. പക്ഷെ ചില സംഭവങ്ങളൊക്കെ അതുപോലെ തന്നെയാണ്. പക്ഷെ ഇന്ന് ആധുനിക ഈ കാലഘട്ടത്തിൽ പാപമാണ് ആധുനികത എന്ന് വിശേഷിപ്പിക്കുന്ന രീതിയിൽ അതിനെ മഹത്വവൽക്കരിച്ച് എല്ലാ തിന്മയും മഹത്വവൽക്കരിച്ചുകൊണ്ട് അതാണ് മോഡേണിറ്റി, അതാണ് ആധുനികത എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് അതിനുവേണ്ടി വക്താക്കളെ കൂട്ടുന്ന, ആളുകളെ കൂട്ടുന്ന ലോകാരൂപിയുടെ പൈശാചിക ബന്ധനം അതുപോലെ ഏറിയിരിക്കുമ്പോ ദൈവത്തിന് വിലയില്ല, വചനത്തിന് വിലയില്ല, വിശുദ്ധമായ കാര്യങ്ങൾക്ക് വിലയില്ല, ഉപദേശങ്ങൾക്ക് വിലയില്ല, കാരണന്മാർക്ക് വിലയില്ല, നല്ല മൂല്യങ്ങൾക്ക് വിലയില്ല, വിശുദ്ധിക്ക് വിലയില്ല. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോ അതിനേക്കാളല്ലേ ഏറെ പാപത്തെ മഹത്വവൽക്കരിക്കുന്നവര്, അതിനുവേണ്ടി നിയമങ്ങൾ പാസാക്കിയ ഗവൺമെന്റുകള്, നിയമ സംവിധാനങ്ങള്, ഗേ മാരേജ്, ലിവിങ് ടുഗദർ, മ്ലേച്ഛമായ പാപങ്ങള്, ഗർഭചിത്രങ്ങള്, പറഞ്ഞാൽ തീരാത്ത വിധത്തിൽ പൈശാചിക ആരാധനകള്, ഒത്തിരിയേറെ തിന്മകളും അകൃത്യങ്ങളും കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളുടെ രക്ഷയും വിശുദ്ധ ജീവിതവും അവരുടെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥകളൊക്കെ കടന്നു വരണമെങ്കിൽ നമ്മൾ അതുപോലെ കരഞ്ഞ് മാതാപിതാക്കളെ നമ്മളൊക്കെ കണ്ണീരോടെ ഉപവസിച്ച് ത്യാഗം ചെയ്ത് നമ്മുടെ മക്കൾക്ക് വേണ്ടി കരം വിരിച്ചു നിന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കളെ കിട്ടത്തില്ല. ഞാനൊരു പുരോഹിതനാണ്, ഒരു ഫാദർ, ഒരപ്പൻ. അഗസ്തീനോസ് പുണ്യവാളനാ പറയുന്ന ഒരു അച്ഛൻ പുരോഹിതനാകുന്നത്, ഒരച്ഛൻ അച്ഛനാകുന്നത് ആത്മാക്കളെ സ്വർഗത്തിൽ ജനിപ്പിക്കുമ്പോഴാണ്. അപ്പോ ആത്മാക്കളെ സ്വർഗത്തിൽ ജനിപ്പിക്കുന്ന ഒരു പണി ചെയ്യേണ്ടവനാണ് ഒരപ്പൻ, ഒരമ്മ, ഒരു പുരോഹിതനായ ഫാദറായ ഞാൻ. അതുകൊണ്ട് നമ്മളൊക്കെ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അഗസ്തീനോസിന്റെ അപ്പം പറഞ്ഞില്ലേ, എന്റെ പാപത്തിന്റെയും വഴിവിട്ട ജീവിതത്തിന്റെയും അനന്തര ഫലമാണ് അഗസ്ത്യൻ ഇങ്ങനെ ആകാനുള്ള കാരണമെന്ന് ആ മനുഷ്യന് തിരിച്ചറിവ് ലഭിച്ചു. പക്ഷെ അപ്പോഴേക്കും സമയം വൈകി, മകൻ വഴിപിഴച്ചു പോയി. പക്ഷെ അമ്മയുടെ പ്രാർത്ഥന, അപ്പന്റെ കണ്ണീര്, അപ്പന്റെ മാനസാന്തരം ആ അഗസ്തീനോസിനെ ഈ മാനസാന്തരത്തേക്ക് നയിച്ചു. ഇന്ന് പല അപ്പന്മാരും അമ്മമാരും മാനസാന്തരപ്പെടണം. ദൈവവചനത്തെ ലംഘന ഇതൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ കാണണം. ഈ മക്കളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പന്റെ വഴിവിട്ട ജീവിതം, അന്ധവിശ്വാസം, അവിശ്വാസം, വിഗ്രഹാരാധന, ജഡിക പാപങ്ങള്, കുടുംബത്തിൽ സ്നേഹമില്ല, വെറുപ്പ്, വിദ്വേഷം, അപ്പൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അതൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കി മാപ്പ് ചോദിച്ച് മനസ്സാന്തരപ്പെട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന പുണ്യദിനങ്ങളിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. നാളെ ഓഗസ്റ്റ് 28-ാം തീയതി വിശുദ്ധ അഗസ്തീന്റെ തിരുനാളാ. അമ്മയുടെയും മോന്റെയും തിരുനാള് 27-ാം തീയതിയും 28-ാം തീയതിയും സഭ ആഘോഷിക്കുമ്പോ രണ്ട് മാനസാന്തരപ്പെട്ട, അതിനുവേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിച്ച ഒരമ്മയുടെയും മാനസാന്തരപ്പെട്ട മകന്റെയും ഒരു ജീവിതം ആഘോഷമാക്കുക. അതോടൊപ്പം തന്നെ ഈ മോനിക്ക പുണ്യദിന പ്രാർത്ഥന കൊണ്ട് ഈ ഭർത്താവും അമ്മായിയമ്മയൊക്കെ മാനസാന്തരപ്പെട്ടു. അതുകൊണ്ട് ഈ പുണ്യദിനങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു മാനസാന്തരം, ഈ ഒരു വലിയ മാറ്റം നമ്മുടെ കുടുംബത്തില്, നമ്മുടെ കുടുംബ ബന്ധങ്ങളില്, നമ്മുടെ മക്കളിൽ സംഭവിക്കാൻ വേണ്ടിയൊക്കെ വലിയ ദാഹത്തോടെ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഇന്നു മുതൽ ആരംഭിക്കുന്ന മോണിക്ക പ്രയറിലേക്ക് എല്ലാ ദൈവമക്കളെയും ഈശോയുടെ നാമത്തിൽ അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. അച്ഛൻ പറഞ്ഞു, ദിവസങ്ങളിലൊക്കെ അനേകം മക്കള് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളെല്ലാ ദിവസവും 5 മണിക്ക് നമ്മൾ മോണിക്ക പ്രയർ രാവിലെ ആരംഭിക്കും. അത് യൂട്യൂബിൽ ഉണ്ടായിരിക്കും. സാധിക്കുന്ന എല്ലാ മക്കളും 5 മണിക്ക് തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. ഞാൻ പറയാണ്, ത്യാഗം ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നേരമെങ്കിലും ഭക്ഷണം നമ്മൾ ഒഴിവാക്കാം.
ഉച്ചയ്ക്കോ വൈകുന്നേരമോ രാവിലെയോ ഒരു നേരം ഭക്ഷണം ഒഴിവാക്കുക. ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവ കരുണയ്ക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി ദൈവ കരുണയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയുടെയും യൗസേപ്പ് പിതാവിന്റെയും വിശുദ്ധ മിഖായേൽ മാലാഖയുടെയും സ്വർഗത്തിന്റെ വലിയ സാന്നിധ്യ സഹായം നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും ലഭിക്കാൻ വേണ്ടി കണ്ണുനീരോടെ നമ്മുടെ അവസ്ഥകളും നമ്മുടെ വേദനകളും ദുഃഖഭാരങ്ങളും നൊമ്പരങ്ങളും മുറിവുകളും എല്ലാം ഉണ്ട്. മക്കളെ കുറിച്ചും മക്കളിൽ നിന്നുണ്ടായ ഒത്തിരി കാര്യങ്ങൾ, അതെല്ലാം നമുക്ക് ഒരുമിച്ച്, നമുക്ക് എല്ലാവർക്കും വേദനയുണ്ട്. മക്കളെ കുറിച്ചുള്ള വേദന, മക്കൾ പറഞ്ഞ കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങൾ, ചെയ്യാതെ പോയ കാര്യങ്ങൾ അങ്ങ് ഒത്തിരിയുണ്ട്. അതെല്ലാം നമുക്ക് കർത്താവിന്റെ കുരിശോട് ചേർത്ത് മോണിക്ക പുണ്യവതിയുടെ ആ കണ്ണുനീരോട്, ആ ബിഷപ്പ് പറഞ്ഞില്ലേ, ഇത്രമാത്രം നിലത്ത് വീണ കണ്ണുനീരിന്റെ പുത്രൻ, ഇത്രമാത്രം വലിയ കണ്ണുനീരിന്റെ മകൻ നശിച്ചു പോകുക അസാധ്യമെന്നാ പറഞ്ഞു. അപ്പൊ നമ്മുടെ കണ്ണീരും വേദനകളും നൊമ്പരങ്ങളും കർത്താവിന് കുരിശോട് ചേർത്ത് മോണിക്ക പുണ്യവതിയുടെ കണ്ണീര് മാത്രമല്ല, അനേകം മാതാപിതാക്കളുടെ കണ്ണുനീര് മക്കളെ ഓർത്ത് വീണിട്ടുണ്ട്. നെടുവീർപ്പുകള്, സങ്കടങ്ങള്, അതെല്ലാം നമുക്ക് ഒരുമിച്ച് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ നാനാഭാഗത്തുള്ള അനേകം മാതാപിതാക്കള് ഒരുമിച്ച് കൂടി ഈ മോണിക്ക പ്രയറിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല മക്കളെ. അനേകം മാതാപിതാക്കൾ ഇന്ന് നമ്മുടെ ലോകത്തില് മാതാപിതാക്കള്, മനുഷ്യൻ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് വഴിതെറ്റിപ്പോയ മക്കളെ കുറിച്ച. സ്വന്തം രക്തത്തിലും ആത്മാവിലും ജീവനിലും പിറന്ന മക്കള് വഴിപിഴച്ച് കാണുമ്പോ അപ്പന്റെയും അമ്മയുടെയും സങ്കടം വളരെ വലുതാ. അനേകം ആത്മാക്കളെ ഓർത്ത് ചങ്കുപൊട്ടി കരഞ്ഞ അനുഭവങ്ങൾ അച്ഛനുണ്ടായിട്ടുണ്ട്. മക്കളെ ഓർത്ത് വേദനിച്ച അനുഭവങ്ങൾ. ഇതെല്ലാം വച്ച് നമുക്ക് ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. അതും അച്ഛൻ പറഞ്ഞ പോലെ സാധിക്കുന്ന എല്ലാവരും 5 മണിക്ക് ഈ ശുശ്രൂഷ പങ്കെടുക്കുക. പറ്റാത്തവര് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാർമൽ മീഡിയ ഫാദർ ബോസ്കോ ഒഫീഷ്യൽ എന്ന ചാനലിൽ അത് കിടക്കുന്നുണ്ടാവും, അതിൽ പങ്കെടുക്കുക. അതോടൊപ്പം തന്നെ ഉപവാസം എടുക്കാൻ പറ്റുന്നവർ ഉപവാസം എടുക്കുക. ത്യാഗപ്രവൃത്തികൾ ചെയ്യാൻ പറ്റുന്ന മക്കൾ ത്യാഗപ്രവൃത്തികൾ ചെയ്യുക. പിന്നെ ഓരോ കൊച്ചു കാര്യങ്ങളും നിയോഗം വെച്ച്, ഇപ്പൊ മുറ്റമടിക്കുമ്പോ അല്ലെങ്കിൽ പാത്രം കഴുകുമ്പോ, എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു നിയോഗം അങ്ങോട്ട് വെച്ചോ. എന്റെ മകളുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. ഈ മോണിക്ക പുണ്യവതി പ്രാർത്ഥിച്ചപ്പോ അഗസ്ത്യനെ പോലെ പാപത്തിൽ പെട്ടുകിടക്കുന്ന അനേകം മക്കൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് അഗസ്ത്യൻ മാനസാന്തരപ്പെട്ടപ്പോ അഗസ്ത്യൻ മാത്രമല്ല, അവന്റെ കൂട്ടുകാരും കൂടി മാനസാന്തരപ്പെട്ടു, മാമോദിസ സ്വീകരിച്ചു. അതുകൊണ്ട് എല്ലാ മക്കളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ വീട്ടിലെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല, ലോകമെമ്പാടുമുള്ള എല്ലാ മക്കൾക്കും വേണ്ടി, പ്രത്യേകിച്ചും നമ്മുടെ ഈ ശുശ്രൂഷയെ പങ്കുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒത്തിരി മാതാപിതാക്കളിൽ നമ്മളൊക്കെ എല്ലാ മാതാപിതാക്കളുടെയും മക്കളെയും ലോകത്തുള്ള എല്ലാ യുവമക്കളെയും കുഞ്ഞുമക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഈ മോണിക്ക പ്രയറിൽ നമുക്ക് സജീവമായിട്ട് പങ്കെടുക്കാം. ദൈവത്തിന്റെ വലിയ കരുണ പെയ്തിറങ്ങും. മോണിക്ക പുണ്യവതിയുടെ കണ്ണുനീര്, നെടുവീർപ്പ് കർത്താവിലേക്ക് ഉയർന്നപ്പോൾ ദൈവം ഇടപെട്ടു. എത്രയോ വലിയ വിശുദ്ധനാക്കി മാറ്റി ഓർത്തേക്ക്. അതുപോലെ നമ്മുടെ മക്കളെ ദൈവം അനുഗ്രഹിക്കും. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ മാനസാന്തരപ്പെടണം. അതൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ട് ഓരോ മേഖലകളും കണ്ട് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളൊക്കെ, പാവപ്പെട്ട മക്കള് കടന്ന് കഷ്ടപ്പെടുക, മക്കളെ അതിജീവിക്കാൻ, പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ, ചില സാഹചര്യങ്ങൾ അതിജീവിക്കാൻ, ചില പ്രഷറ്, കൂട്ടുകാരുടെ പ്രഷറ്, ഒത്തിരിയേറെ പൈശാചിക ആധിപത്യങ്ങള്, പ്രലോഭനങ്ങള്, പൈശാചിക വശീകരണ യന്ത്രങ്ങള്, ഹലാല് പോലുള്ള വിഗ്രഹാർപ്പിത ഭക്ഷണങ്ങള്, ഒത്തിരിയേറെ പൈശാചിക ശക്തികൾ മക്കളെ ആക്രമിക്കുമ്പോൾ അതിനെ അതിജീവിച്ച് മുന്നേറണമെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ട വലിയ അഭിഷേകം, കൃപ, സ്വർഗത്തിന്റെ സഹായം, സംരക്ഷണം ആരാ വാങ്ങിച്ചു കൊടുക്കണ്ടേ? നമ്മള്, മാതാപിതാക്കള്, അഭിഷിക്തര്. ഇന്ന് മക്കൾക്ക് എല്ലാം കൊടുക്കുന്നുണ്ട്, വിദ്യാഭ്യാസം, സമ്പത്ത്, സൗകര്യങ്ങൾ. അതൊന്നും ഒരു കാര്യമില്ല മക്കളെ. കൊടുക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദൈവ കൃപ, ഈ ദൈവിക ചൈതന്യം. മാതാപിതാക്കളെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ മക്കളിലേക്ക് നിറഞ്ഞ് ഒഴുകി ആ മക്കൾ ശക്തരാകണം, സജ്ജരാകണം. അതിനുവേണ്ടി മോണിക്ക പുണ്യവതി പ്രാർത്ഥിച്ച കുറെ പ്രാർത്ഥനകളുണ്ട്. അതൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിക്കും, അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് മോണിക്ക പുണ്യവതിയെ പോലെ മക്കളുടെ മാനസാന്തരം കാണാനുള്ള
കുടുംബത്തിന്റെ മാനസാന്തരം കാണാനുള്ള വലിയ ഭാഗ്യപ്പെട്ട പുണ്യദിനങ്ങളിലേക്കാണ് ദൈവമായ കർത്താവ് നമ്മെ ആനയിക്കുക. അപ്പൊ ഇന്ന് യോഗത്തോടുകൂടി നമുക്ക് ഒരുമിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മൾ എല്ലാ വചന ശുശ്രൂഷ കഴിഞ്ഞിട്ട് ചെറിയ ഒരു ആരാധനയുണ്ട്. ആരാധനയിൽ നമ്മൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നമ്മളിപ്പോൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. വിശുദ്ധ മോനിക്ക പുണ്യവതിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ പുണ്യദിനത്തില് മോനിക്ക പുണ്യവതിയുടെ സജീവ സാന്നിധ്യവും സഹായവും മധ്യസ്ഥവും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മോനിക്ക പുണ്യവതിയോട് ചേർന്ന് ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ 33-ാമത്തെ വയസ്സിൽ അഗസ്തീനോസ് മാനസാന്തരപ്പെട്ടെങ്കിൽ ആ 33-ാമത്തെ വയസ്സിൽ നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച യേശുവിന്റെ തിരുഹൃദയമാകുന്ന ആ കരുണയുള്ള ഹൃദയത്തിലേക്ക്, ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മയും നമ്മുടെ മക്കളെയും സമർപ്പിച്ചുകൊണ്ട്, ഈ മോണിക്ക പ്രയറിനെ സമർപ്പിച്ചുകൊണ്ട് വലിയ സ്നേഹത്തോടെ ഐക്യത്തോടെ നമുക്ക് ഈ ആരാധന ആയിരിക്കാം. ബാക്കി ഓരോ ദിവസവും ഓരോ കാര്യങ്ങളും സമയാസമയങ്ങളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് അച്ഛനിലൂടെ പറഞ്ഞു തരട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദിവ്യകാന സന്നദ്ധിയിൽ ആയിരിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങൾ എല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ ആഹ്വാന പ്രകാരം ഇന്ന് വിശുദ്ധ മോനിക്ക പുണ്യവതിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ പുണ്യദിനത്തിൽ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി മോനിക്ക പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ അങ്ങയോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന വലിയ സ്നേഹത്തെയോർത്ത് കരുണയെയോർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങയെ ആരാധിച്ച് സ്തുതിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ എല്ലാ മക്കളെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ മക്കളുടെ അവസ്ഥകൾ, അതിൻ്റെ കാരണങ്ങൾ, അടിസ്ഥാനങ്ങൾ, പൈശാചിക പീഡകൾ, ലോകാരൂപിയുടെ അതിപ്രസരണം, ഒത്തിരി പ്രലോഭനങ്ങൾ, ഒത്തിരി സാഹചര്യങ്ങൾ, ഇതൊക്കെ ഞങ്ങളുടെ മക്കളെ നശിപ്പിക്കാൻ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഈശോയെ, അങ്ങേക്കല്ലാതെ ഞങ്ങളുടെ മക്കളെ രക്ഷിക്കുവാൻ ആർക്കും സാധ്യമല്ല. ആ വലിയ തിരിച്ചറിവോടെ നീണ്ട 17 വർഷം തന്റെ പ്രിയപ്പെട്ട മകൻ അഗസ്തീനോസിന് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിച്ച വിശുദ്ധ മോനിക്ക പുണ്യവതിയുടെ പ്രത്യേകമായ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഇന്ന് ആരംഭിച്ചിരിക്കുന്ന മോനിക്ക പ്രാർത്ഥനയെ, മോനിക്ക പ്രയറിന് കർത്താവേ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശുദ്ധ മോനിക്ക പുണ്യവതിയുടെ കണ്ണുനീരോട് ചേർത്ത് മക്കളെ ഓർത്തുള്ള ഞങ്ങളുടെ ഓരോരുത്തരുടെയും കണ്ണുനീരും വേദനകളും നൊമ്പരങ്ങളും സങ്കടങ്ങളും നിരാശയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കളെ ഓർത്തുള്ള നമ്മുടെ വേദനകള്, നൊമ്പരങ്ങള്, സങ്കടങ്ങള്, ഭയം, ഉത്കണ്ഠ എല്ലാം സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ മോനിക്ക പുണ്യവതിയുടെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. എല്ലാ വിശുദ്ധരുടെയും മാലാഖമാരുടെയും സജീവ സാന്നിധ്യത്തില് പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യൗസേപിതാവിനോടും വിശുദ്ധ മിഖായേൽ മാലാഖയോടും എല്ലാം ചേർന്ന് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ എല്ലാ മക്കളെയും ദിവ്യകാരുണ്യനാഥന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എല്ലാ പാപങ്ങളും, എല്ലാ തകർച്ചകളും, എല്ലാ തടസ്സങ്ങളും, എല്ലാ പൈശാചിക പീഡകളും തകർത്തെറിയാൻ കഴിവുള്ള സർവാധിപനും സർവശക്തനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ
യേശുവിന്റെ ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക് നമ്മുടെ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ കണ്ണുനീരും സങ്കടങ്ങളും നെടുവീർപ്പുകളും എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ എല്ലാം പരമേൽപ്പിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ എല്ലാ അവസ്ഥകളോടും കൂടി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കൾ, ഒത്തിരിയേറെ വേദനിക്കുന്ന മക്കള്, പാപത്തിന്റെ പിടിപ്പെട്ടു പോയ മക്കള്, പിശാച് അടിമപ്പെടുത്തി വച്ചിരിക്കുന്ന മക്കള്, ഈ ലോകത്തിലെ ദേവൻ കണ്ണുകളെ അന്ധമാക്കി അടിമപ്പെടുത്തി വച്ചിരിക്കുന്ന അവസ്ഥകളിൽ വേദനിക്കുന്ന മക്കള്, തെറ്റായ സ്നേഹബന്ധത്തിൽ കുടുങ്ങിപ്പോയ മക്കള്, ലഹരിക്ക് അടിമപ്പെട്ടു പോയ മക്കള്, ഈശോയെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ ഏറ്റെടുക്കണമേ. ആ മക്കളെ ഓർത്ത് ഞങ്ങളുടെ വേദനകള്, ഞങ്ങളുടെ കണ്ണുനീര്, ഞങ്ങളുടെ സങ്കടങ്ങള്, നെടുവീർപ്പുകള്, ഉത്കണ്ഠകള്, ഭയം, ഈശോയെ എല്ലാത്തിനു മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേക്കല്ലാതെ ഞങ്ങളുടെ മക്കളെ രക്ഷിക്കുവാൻ, ഞങ്ങളെ രക്ഷിക്കുവാൻ, ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ, ഞങ്ങൾക്ക് മോചനം നൽകുവാൻ, ഞങ്ങൾക്ക് വിടുതൽ നൽകുവാൻ ആർക്കുമാകില്ല. ഈശോയെ അങ്ങേ തിരുസന്നിധിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളുടെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മക്കളെ ഓർത്തുള്ള നൊമ്പരങ്ങൾ, വേദനകള്, സങ്കടങ്ങള് എല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ മോണിക്ക പുണ്യമതി ഈശോയുടെ തിരുസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ, എൻ്റെ മാംസത്തിന്റെയും രക്തത്തിന്റെയും ഫലമായ എൻ്റെ പ്രിയപ്പെട്ട മകന് അങ്ങയുടെ തിരുശരീരത്താലും തിരുരക്തത്താലും നിറച്ച്, പരിശുദ്ധാത്മാവിനാൽ നിറച്ച്, അങ്ങയുടെ ആത്മാവിനാൽ നയിക്കണമേ. ഓരോ അപ്പച്ചനും അമ്മച്ചിയും ദൈവം ദാനമായി നൽകിയ നിങ്ങളുടെ മക്കളെ ദിവ്യകാരുണ്യ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്, നിന്റെ മാംസത്തിന്റെയും നിന്റെ രക്തത്തിന്റെയും ഫലമായിട്ട് ജനിച്ച ഒരു കൊച്ചാണ് നിന്റെ മകൻ, നിന്റെ മകൾ. ആ കുഞ്ഞിനെ ഈശോയുടെ പരിശുദ്ധ ശരീരത്താലും രക്തത്താലും നിറച്ച് പരിശുദ്ധാത്മാവിനാല് വീണ്ടെടുത്ത് പുതിയ അഭിഷേകത്തിൽ, പുതിയ ചൈതന്യത്തിൽ, മാനസാന്തരത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളെല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബാബിലോണിലെ സിംഹക്കുഴിയിൽ സിംഹങ്ങളാൽ ചുറ്റപ്പെട്ട് വിശന്നു വലഞ്ഞു കിടക്കുന്ന ദാനിയേൽ എന്ന ചെറുപ്പക്കാരൻ, അവന്റെ അരികിലേക്ക് ഹബക്കുക്കിനെ അയച്ചുകൊണ്ട് കർത്താവ് അവന് ഭക്ഷണം നൽകിയ ചരിത്രം നാം വായിക്കുന്നുണ്ട് ദാനിയേലിന്റെ പുസ്തകത്തിൽ. നമ്മുടെ കർത്താവിനൊന്നും അസാധ്യമല്ല. നമ്മുടെ കർത്താവിന് എല്ലാം സാധ്യമാണെന്ന് നമുക്കറിയാലോ. ആ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചവരാരും ഭഗ്നാശരായിട്ടില്ല. ഇതാ ദിവ്യകാരുണ്യ നാഥൻ, സർവാധിപനും സർവശക്തനുമായ രാജാതിരാജനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. എല്ലാത്തിനും കഴിവുള്ള ശക്തനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവിങ്കിലേക്ക്, നമ്മുടെ വേദനകളിലേക്ക്, ദുഃഖഭാരങ്ങളിലേക്ക്, അവസ്ഥകളിലേക്ക്, പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളിലേക്ക് അങ്ങ് ശക്തി പ്രകടമാക്കി കടന്നു വരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ബാബിലോണിലെ സിംഹക്കുഴിയിൽ വായുവേഗത്തിൽ ഹബക്കുക്കിനെ എത്തിച്ചവനാ എന്റെ കർത്താവേ, ആരാധിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു. ദിവ്യകാരുണ്യേശ്വരേ, ഞങ്ങൾ മക്കളായിരിക്കുന്ന അവസ്ഥകൾ, ഇടങ്ങൾ, അങ്ങയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മക്കളാ ഭൂരിഭാഗം മക്കളും. അങ്ങയെ വിട്ട് പടിയിറങ്ങിപ്പോയാൽ പിന്നെ നാശത്തിന്റെ പടുകുഴിയിൽ, ശത്രുവിന്റെ സിംഹക്കുഴിയിൽ ഞങ്ങളും ഞങ്ങളുടെ മക്കളൊക്കെ കിടക്കേണ്ടി വരും. ലഹരിക്ക് അടിമപ്പെട്ട്, കൂട്ടുകെട്ടിൽപ്പെട്ട്, ലവ് ജിഹാദിൽപ്പെട്ട്, ഭക്ഷണാസക്തിക്ക് അടിമപ്പെട്ട്, ലോകാരൂപിക്ക് അടിമപ്പെട്ട്, സാധാനാൽ ചുറ്റപ്പെട്ട് കഴിയുന്ന ഞങ്ങളുടെ മക്കളിലേക്ക് ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, ഞങ്ങൾ സംസാരിച്ചതുകൊണ്ട് കാര്യമില്ല. ഞങ്ങളുടെ കണ്ണുനീര് കണ്ടിട്ടും ആ മക്കൾക്ക് മാറ്റമില്ല. അവർക്ക് മാറ്റം വരുത്താൻ അങ്ങയുടെ ശക്തിക്കല്ലാതെ, അങ്ങയുടെ സാന്നിധ്യത്തിനല്ലാതെ, അങ്ങയുടെ ഇടപെടലിനല്ലാതെ ആർക്കും ഒന്നിനും കഴിയില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ഇടപെടൽ ഉണ്ടാകട്ടെ, ദൈവിക ശക്തി പ്രകടമാകട്ടെ.
അങ്ങയുടെ ദിവ്യകാരുണ്യത്തിന്റെ ശക്തി ഞങ്ങളുടെ മക്കളിലേക്ക് പ്രവഹിക്കട്ടെ. ഈശോയുടെ തിരുസന്നിധിയിലേക്ക് ഇരു കരങ്ങളും യാചനാപൂർവ്വം നീട്ടിപ്പിടിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് നമ്മുടെ മക്കളും നമ്മുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ, ഉയർത്തപ്പെട്ട ഈ കരങ്ങളിലൂടെ അങ്ങയുടെ ശക്തി എന്നിലൂടെ എൻ്റെ മക്കളിലേക്ക് വഴിതെറ്റിപ്പോയ പിശാചിന്റെ അടിമത്തത്തിലേക്ക് പോയ എൻ്റെ മകനിലേക്ക്, എൻ്റെ മകളിലേക്ക്, എൻ്റെ മക്കളിലേക്ക് അങ്ങയുടെ ശക്തി പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ യാചനാപൂർവം ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ മക്കളിലേക്ക് ദൈവിക ശക്തി നമ്മിലൂടെ വ്യാപരിക്കാൻ, മോണിക്ക പുണ്യവതിയിലൂടെ ദൈവിക ശക്തി അഗസ്ത്യനിലേക്ക് വ്യാപരിച്ചപ്പോ അഗസ്ത്യൻ മാനസാന്തരപ്പെട്ടു. ആ വലിയ ശക്തി യേശുവിൽ നിന്ന് ഇപ്പോൾ ഈ നിമിഷം പ്രവഹിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നന്ദിയോടെ കരങ്ങൾ യാചനാപൂർവ്വം നീട്ടിപ്പിടിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ശക്തി പുറപ്പെടട്ടെ. റിലീസ് യുവർ പവർ. ശക്തി പുറപ്പെടട്ടെ. രക്തസ്രാവം ബാധിച്ച സ്ത്രീയിലേക്ക് അങ്ങയെ തൊട്ടപ്പോ ശക്തി പ്രവഹിച്ചതുപോലെ ഈ നിമിഷം അങ്ങയുടെ ശക്തി ഈ കരങ്ങളിലൂടെ എന്റെ ശരീരത്തിൽ വ്യാപരിച്ച് അതിലൂടെ എന്റെ മക്കളിലേക്ക് പ്രവഹിച്ച് എന്റെ മകൻ, എന്റെ മകൾ, എന്റെ മക്കൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. സാധാരണ ശക്തികൾ, അന്ധകാര ശക്തികൾ, പൈശാചിക പീഡകൾ, അടിമത്തങ്ങൾ, ബന്ധനങ്ങൾ, കെട്ടുകൾ, രോഗപീഡകൾ എല്ലാം ഞങ്ങളുടെ മക്കളെ വിട്ടുമാറി പോകട്ടെ. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേകം രോഗികൾ സുഖമാക്കപ്പെട്ട ആ വലിയ ശക്തി ഇപ്പോൾ ഞങ്ങളുടെ മക്കളും അറിയട്ടെ, അനുഭവിക്കട്ടെ. നന്ദി കർത്താവേ, നന്ദി, നന്ദി. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. സ്വയ മഹത്വം, സ്വയ സ്തുതി. കർത്താവേ, ഈ മോണിക്ക പ്രാർത്ഥനയെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ത്യാഗത്തോടും ഉപവാസത്തോടും കണ്ണുനീരോടും കൂടെ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ വ്യാപരിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഈ മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥ സാന്നിധ്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അഗസ്തീനോസിലേക്ക് മാനസാന്തരത്തിന്റെ ശക്തി പ്രവഹിപ്പിച്ചുകൊണ്ട് ആ മകനെ മാനസാന്തരപ്പെടുത്തിയതുപോലെ ഈ മോണിക്ക പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനയും കണ്ണുനീരും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് കർത്താവ് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും സന്തോഷത്തിലേക്കും യഥാർത്ഥമായ സമാധാനത്തിലേക്കും വലിയ വിടുതലിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ആനയിക്കണമേ. അതിനായിട്ട് ഞങ്ങളുടെ മക്കളെയും ഈ മോണിക്ക പ്രാർത്ഥനയുടെ ഇനിയുള്ള പുണ്യദിനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അഭിഷേകമായി, വിടുതലായി, സൗഖ്യമായി, സ്വാതന്ത്ര്യമായി, പരിശുദ്ധിയായി, സമാധാനമായി അങ്ങയുടെ ശക്തി ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും വ്യാപരിക്കട്ടെ. നമ്മുടെ എല്ലാ മക്കളെയും ഈശോയുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ഈ ആദ്യ ദിനത്തിൽ പ്രതിഷ്ഠിക്കാം. വിശുദ്ധ ഫൗസ്റ്റീന ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്: ഒരു കോട്ടയുടെ ഉള്ളിലെന്ന പോലെ അങ്ങയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളിൽ എനിക്ക് സംരക്ഷണം നൽകണമേ. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഒരു കോട്ടയുടെ ഉള്ളിലേക്കെന്ന പോലെ നമ്മുടെ ഓരോ മകനെയും മകളെയും എടുത്ത് നീ സമർപ്പിച്ച് പ്രതിഷ്ഠിക്കും. ദൈവദാനമായി നൽകിയ മക്കള് നിന്റെ മാംസത്തിന്റെയും രക്തത്തിന്റെയും സന്താനമാണ് ഈ മകനും മകളും. അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി സ്വാധീനങ്ങൾ പിന്നീട് നമ്മൾ കാണും. ഈശോയോട് പറ, എന്റെ മാംസത്തിന്റെയും രക്തത്തിന്റെയും സന്തതിയായ ഈ മകനെയും മകളെയും അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് അങ്ങയുടെ തിരുമാംസത്താൽ ജീവൻ നൽകി അങ്ങേ തിരുഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് ആവശ്യമായതെല്ലാം നൽകി അനുഗ്രഹിക്കണം, സംരക്ഷിക്കണം. അതിനുവേണ്ടി നമ്മുടെ മക്കളെല്ലാവരെയും ഈശോ തിരുഹൃദയത്തിലേക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിനു വേണ്ടി നമ്മുടെ മക്കളെല്ലാം പരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വലിയ കൂട്ടായ്മയില് ആയിരക്കണക്കിന് മക്കളാണ് ഈ മോണിക്ക പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനയും കണ്ണുനീരും നെടുവീർപ്പ് സങ്കടങ്ങളും എല്ലാം കർത്താവിന് മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടിയുള്ള നമ്മുടെ നിലവിളി കർത്താവ് സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കും. ആ അനുഗ്രഹം പ്രാപിക്കാൻ നമ്മെ നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ ആശീർവദിക്കുന്നു. കരങ്ങൾ ഉയർത്തി ആശീർവാദം നമുക്ക് നന്ദി പറഞ്ഞ് സ്തുതിച്ച് ആരാധിച്ച് സ്വീകരിക്കാം. യേശുവേ നന്ദി, കർത്താവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി. എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ കർത്താവേ.
തീയിലെന്ന പോലെ നിൻ തിരുഹൃദയത്തിനുള്ളിൽ സ്വർഗീയമാം സംരക്ഷണം യേശുവേ മക്കൾക്കേകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.